മന്ത്രിമാറ്റം ഉടൻ ഉണ്ടാവില്ല. AK ശശീന്ദ്രൻ മന്ത്രിയായി തുടരും. കാത്തിരിക്കാൻ നിർദ്ദേശം നൽകിയ മുഖ്യമന്ത്രി NCP നേതാക്കളുമായി നടത്തിയ ചർച്ചയിലാണ് ഈ നിർദ്ദേശം. മന്ത്രി AK ശശീന്ദ്രനും സംസ്ഥാന അധ്യക്ഷൻ PC ചാക്കോയും തോമസ് കെ തോമസ് MLAയും ചർച്ചയിൽ പങ്കെടുത്തു. വിവരങ്ങൾ നൽകുകയാണ് പ്രജിത്ത്. NCPയിൽ മന്ത്രിമാറ്റം എന്നുള്ള ഒരു തീരുമാനം വന്നിരുന്നു. തോമസ് കെ തോമസിനെ പുതിയ മന്ത്രിയാക്കാനുള്ള നിർദ്ദേശം NCP മുന്നോട്ട് വെച്ചു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ ഇപ്പോൾ മുഖ്യമന്ത്രി പറയുന്നു മന്ത്രി മാറാൻ വരട്ടെ എന്നുള്ള കാര്യം. എന്താണ് അതിൻ്റെ ഒരു തടസ്സമായി ഉയരുന്നത് പ്രജിത്ത്? NCPയിൽ മന്ത്രിസ്ഥാനത്തെ ചൊല്ലിയുള്ള തർക്കം പാർട്ടിയുടെ പിളർപ്പ് വരെ എത്തിയ ഒരു സാഹചര്യമുണ്ട്. NCP സംസ്ഥാന അധ്യക്ഷൻ PC ചാക്കോയ്ക്കെതിരെ ശശീന്ദ്രൻ വിഭാഗം വലിയ വിമർശനങ്ങൾ ഉന്നയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ PC ചാക്കോ ഉറച്ച നിലപാടുകളുമായി മുന്നോട്ട് പോയി. ആദ്യഘട്ടത്തിൽ ശശീന്ദ്രനൊപ്പം നിന്നിരുന്ന PC ചാക്കോ പിന്നീട് തോമസ് കെ തോമസ് പക്ഷത്തേക്ക് ഒരു മാറുന്നതും അതിനുശേഷമാണ് ഈ മന്ത്രിസ്ഥാനം വെച്ചു മാറുന്നതുമായി ബന്ധപ്പെട്ട് നേരത്തെ ഉണ്ടായിരുന്ന നിലപാടുകൾ അല്ലെങ്കിൽ നേരത്തെ ഉണ്ടായിരുന്ന ഒരു ധാരണ അത് 2.5 വർഷമാണ് എന്ന രീതിയിലേക്കൊക്കെയുള്ള ഒരു നിലപാട് ഈ തോമസ് കെ തോമസ് വിഭാഗം സ്വീകരിക്കുന്നതും അത് പിന്നീട് പാർട്ടിയിൽ തന്നെ വലിയ പ്രശ്നങ്ങൾക്കൊക്കെ വഴിവെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. പാർട്ടിയുടെ ഏതാണ്ട് ജില്ലാ ഘടകങ്ങൾ ഏതാണ്ട് 7 ജില്ലകൾ വീതം 2 പേർക്കും പിന്നിൽ അടിയുറച്ചു നിൽക്കുന്ന സാഹചര്യവും ഇപ്പോഴുണ്ട്. ഈ സമയത്താണ് മുംബൈയിൽ നടന്ന ദേശീയ തലത്തിൽ നടന്ന യോഗത്തിൽ ദേശീയ അധ്യക്ഷൻ ശരത് പവാറിന്റെ നിർദ്ദേശം വന്നത് മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി മന്ത്രിസ്ഥാനം മാറ്റുന്ന കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കുക എന്നുള്ളത്. ആ ഒരു നിർദ്ദേശം, അതായത് സംസ്ഥാന മുഖ്യമന്ത്രിയെ കണ്ട ഇക്കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കൂ എന്നുള്ളതായിരുന്നു അന്ന് അദ്ദേഹം നൽകിയ നിർദ്ദേശം. പക്ഷേ സംസ്ഥാന അധ്യക്ഷൻ PC ചാക്കോ അന്ന് പ്രസ്താവിച്ചത് ശശീന്ദ്രനെ മാറി പകരം തോമസ് കെ തോമസ്, കുട്ടനാട് MLA തോമസ് കെ തോമസ് മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യും എന്ന നിലയിലായിരുന്നു. അതായത് പാർട്ടിയുടെ തീരുമാനം അങ്ങനെയാണ് എന്നതായിരുന്നു PC ചാക്കോ പറഞ്ഞത്. പക്ഷേ ശശീന്ദ്രൻ പൊതുവിടത്തിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രത്യേക പരാമർശങ്ങളോ പ്രത്യക്ഷ വിമർശനങ്ങളോ ഒന്നും നടത്തിയതില്ല. മുഖ്യമന്ത്രിയെ കണ്ടതിന് ശേഷം തീരുമാനം അറിയിക്കും എന്നുള്ളതായിരുന്നു. അങ്ങനെയാണ് ഇന്ന് മുഖ്യമന്ത്രിയെ NCP നേതാക്കൾ ഈ 3 പേരും PC ചാക്കോ, AK ശശീന്ദ്രൻ, തോമസ് കെ തോമസ് എന്നിവർ 3 പേരും ചേർന്ന് മുഖ്യമന്ത്രിയെ കാണുന്നത്. പക്ഷേ മുഖ്യമന്ത്രി ഈ നിലവിലത്തെ സാഹചര്യത്തിൽ മന്ത്രിയെ മാറ്റേണ്ടതുണ്ടോ എന്നൊരു അഭിപ്രായമാണ് മുന്നോട്ട് വെച്ചത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ച് നിലവിൽ നിയമസഭാ സമ്മേളനം നടക്കാൻ പോവുകയാണ്. അപ്പോൾ ഈ സാഹചര്യത്തിൽ ഒരു മന്ത്രിയെ മാറ്റുന്നതുമായി ബന്ധപ്പെട്ട് നടപടികൾ സ്വീകരിക്കുന്നത് ശരിയായ കാര്യമല്ല. അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി കാത്തിരിക്കുമെന്ന് മുഖ്യമന്ത്രി ഈ നേതാക്കളെ അറിയിച്ചു എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം. കാരണം ഈ യോഗം കഴിഞ്ഞ് മടങ്ങിയെങ്കിലും പക്ഷേ NCPയിലെ ഒരു നേതാവും നിലവിൽ മാധ്യമങ്ങളോടൊന്നും പ്രതികരിക്കാൻ തയ്യാറാകാത്ത ഒരു സാഹചര്യം കൂടിയുണ്ട്. വിനോദ്, അതെ, NCPയിലെ മന്ത്രിമാറ്റത്തെ സംബന്ധിച്ച് മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയതിനു ശേഷം മന്ത്രി തൽക്കാലം തുടരട്ടെ എന്നുള്ള നിർദ്ദേശം മുഖ്യമന്ത്രി മുമ്പിലേക്ക് വെക്കുന്നു. അപ്പോൾ AK ശശീന്ദ്രൻ തൽക്കാലം വനമന്ത്രിയായി തുടരും എന്നുള്ള വാർത്തയാണ് പ്രജിത്ത് കൈമാറുന്നത്.